പെട്ടെന്ന് തന്നെ എനിക്കിങ്ങനെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് എനിക്കിങ്ങനെ പൊട്ടറ്റോ ഇങ്ങനെ വറുത്തരച്ചിട്ടുള്ളൊരു കറിയില്ല. ഞാൻ ഇതുവരെ അത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പം ഞാനത് യൂട്യൂബ് നോക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് വീനാസ് കറി വേൾഡിലെ കണ്ടത്, പൊട്ടറ്റോ വറുത്തരച്ചുള്ള കറി. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം പോയി റെസിപ്പിയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഉണ്ടാക്കാൻ തോന്നി കേട്ടോ. അപ്പം ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കറിയില്ല അത് നന്നാവോ ഇല്ലയോ എന്ന്. അപ്പം ആ റെസിപ്പി എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ പൊട്ടറ്റോ എടുത്തിട്ട് ഞാൻ ഇത് വീഡിയോ കണ്ടിട്ട് ഓടിച്ചെന്ന് അടുക്കളയിലാണ് കേട്ടോ നോക്കിയതെല്ലാം ഉണ്ടോന്ന്. അപ്പോൾ പൊട്ടറ്റോ ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു. 3 എടുത്തു. തക്കാളി പക്ഷേ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ലച്ചനോട് പറഞ്ഞു അമ്മക്കൊന്ന് വീഡിയോ എടുത്ത് തരും, ഓടി വരുമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ വന്നു കേട്ടോ. അവൾക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇതേ നമ്മളതെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീനാസ് കറി വേൾഡിൽ തന്നെ പോയി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പൊട്ടറ്റോ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വറുത്തരച്ച കറി ആയതുകൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണമല്ലോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലച്ചുവിനും കൂടെ കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ ഓവറായിട്ട് അങ്ങോട്ട് എരിവിട്ടിട്ടില്ല. അപ്പോൾ ചെറുതായിട്ടൊരു കളർ കുറവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പം പൊട്ടറ്റോ വെന്താന്ന് നോക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പൊട്ടറ്റോ വെന്തു. അപ്പോൾ നമ്മൾ ഈ അരപ്പിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് സിമ്മിലിടുകയാണ് കേട്ടോ. പിന്നെ ഒന്ന് താളിച്ചും കൂടി എടുക്കണം കേട്ടോ. കളർ കണ്ടപ്പോൾ എനിക്ക് അത്രയും നന്നായിട്ട് തോന്നിയില്ല. പിന്നെ ഒന്ന് സിമ്മിലൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ താളിച്ചൊക്കെ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം കളറുണ്ട്. നേരിട്ട് ഇതിനേക്കാളും കളറുണ്ടായിരുന്നു. സംഗതി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു. അപ്പോൾ ഞാൻ പൊട്ടറ്റോ വറുത്തരച്ച കറിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായി. അതിൻ്റെ കളർ കുറച്ച് കുറവായിരുന്നു, കാരണം മുളക് പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളൊന്ന് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കറി എന്തായാലും സൂപ്പറായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ലച്ചുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മ എനിക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ ചോറിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് കഴിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി, പൂരി അങ്ങനെയൊക്കെ കഴിക്കാം. അപ്പോൾ ലച്ചു പറയുണ്ടായി ഇനി അമ്മ പൂരി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഈ കറി ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് ഇങ്ങനെ കൊതി കുത്തിയിരിക്കണമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ കണ്ടത്. അപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമല്ലോ. അപ്പം എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള റെസിപ്പി നിങ്ങൾ വീനാസ് കറി വേൾഡിൽ തന്നെ പോയി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയായിരുന്നു.